മാള പഞ്ചായത്തിലെ അണ്ണല്ലൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന 45 നമ്പർ അങ്കണവാടി പുനർനിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് 3 വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. അങ്കണവാടി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നടത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവ്യർ കരേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ജോർജ് ആച്ചാണ്ടി, മണ്ഡലം സെക്രട്ടറി എ പി റപ്പായി എന്നിവർ സംസാരിച്ചു. നേതാക്കളായ റോസ് മേരി വർഗീസ്, ജെയ്സൺ തോട്ടത്തിൽ, ഡേവിസ് ചക്കാരക്കൽ, റെയ്ജി വർഗീസ്, ബിന്ദു റപ്പായി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇവിടെ വലിയ ഒരു പ്രശ്നമല്ലാതിരുന്ന ഈ അങ്കണവാടി കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കും എന്നുള്ള അവരുടെ അജണ്ട ഈ 3 വർഷക്കാലമായിട്ടും ഇവിടെ പ്രാവർത്തികമായി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണുന്നത് പോലെ ഇങ്ങനെ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഇതുപോലുള്ള അംഗനവാടികളിൽ നിന്നാണ്. ഒരു കുട്ടി ആദ്യമായിട്ട് അക്ഷരലോകത്തേക്ക് വരുന്നത് തന്നെ ഈ അംഗനവാടിയിലൂടെയാണ്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽപ്പെട്ട 45 നമ്പർ അംഗനവാടി കെട്ടിടം നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. 3 വർഷക്കാലമായി ഈ അംഗനവാടി പൊളിച്ച് പണിയാമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ഇത് പൊളിച്ചു മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നിട്ടും 2025 വരെ വിവരാവകാശ പ്രകാരം ഇത് നിലനിൽക്കുമ്പോൾ അതിനെ മെയിൻ്റനൻസ് നടത്തിയാൽ മതിയെന്നുള്ള ഒരു കാര്യങ്ങളുണ്ടായതിൻ്റെ പേരിലും എന്നിരുന്നാലും മാള ഗ്രാമപഞ്ചായത്ത് ഇത് തിടുക്കത്തിൽ പൊളിക്കുകയും പണിയാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.